ആൺകുട്ടികളുടെ കൈയും പിടിച്ചുകൊണ്ട് ഈ വാഹനത്തിന്റെ തൊട്ട് വരികയായി അവർ കടന്നു വരികയാണ്. പ്രിയമുള്ളവരെങ്കിൽ അവർക്ക് അഭിവാദ്യങ്ങളിൽ അമർപ്പിച്ചു കൊടുക്കുക. പ്രിയമുള്ളവരെങ്കിൽ ഈ കോട്ടക്കലിന്റെ മണ്ണിൽ ഒരു പുൽകൊടി മാത്രമേ പറക്കുകയുള്ളൂ. അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പച്ച പതാക തന്നെയാണെന്ന് ചോദിക്കുന്നു. ഈ വാഹനത്തിന്റെ ആരെതിർത്താലും ആരെന്തൊക്കെ പറഞ്ഞാലും ആടിമറിഞ്ഞാലും ഞങ്ങളുടെ പാഠവിധങ്ങൾ ഒരു നെറുകെട്ടവന്റെ കാൽ ചുവട്ടിരുന്നെങ്കിൽ അടിയനുഭവിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാഹനത്തിന്റെ തൊട്ടുപെറുകയായിക്കൊണ്ട് ഈ നാടിന്റെ ജനപ്രതിനിധികൾ കടന്നു വരികയാണ്. ആശീർവദിക്കുക പ്രിയമുള്ളവരെങ്കിൽ അവർക്ക് അഭിവാദ്യങ്ങളിൽ അമർപ്പിച്ചു കൊടുക്കുക. ഒരു രാഷ്ട്രീയ തമ്പുരാക്കന്മാരെ അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നല്ലവരിൽ നല്ലവരായ വോട്ടർമാരോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ആകാശമേന്മയിൽ കൗതുക വിസ്മയം തീർക്കുന്ന കലീല വെളിച്ചത്തിന്റെ അകമ്പിനെ സേവിച്ച് ഈ വാഹനം കൊണ്ട് തൊട്ടുപിടുകയായി യുഡിഎഫിന്റെ മക്കൾ ഇതുവഴി കടന്നു വരികയാണ്. കോട്ടക്കലിന്റെ മക്കൾ ഇതുവഴി കടന്നു വരികയാണ്. കോട്ടക്കലിന്റെ യുഡിഎഫിന്റെ ചോടിൽ ചെറുപ്പമുള്ള ആണത്തമുള്ള ആൺകുട്ടികൾ ഇവിടെ നിന്ന് സംഭവത്തോടുകൂടി ഇതുവഴി കടന്നു വരികയാണ്. അവർക്ക് അഭിവാദ്യങ്ങളിൽ അമർപ്പിച്ചു മലയാളികളുടെ സാമൂഹിക സാംസ്കാരിക വിഷയങ്ങളെ ജനമത്തിൽ ചുരുട്ടികരിച്ച് ഇരയോടൊപ്പം കൊടുക്കുന്നതിന് പകരം വേട്ടക്കാരന് പാവപ്പെട്ടവന്റെ ആശാദീപത്തെ പോലും രാഷ്ട്രീയവൽക്കരിച്ച രാഷ്ട്രീയത്തെ സമൂഹത്തിന്റെ മുന്നിൽ പുറത്തു കാണിച്ചത് ആയിരം ആളുകൾ പങ്കെടുക്കാനും ആയിരം കമന്റുകൾ ഈ പച്ചപ്പനാതെയും ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് ഉറപ്പ് പ്രഖ്യാപിച്ചത് വിജയമാണ്. സങ്കടപ്പുള്ള ഈ നാടിന്റെ നാട്ടുകാരുടെ അംഗീകാരമാണ്. നാട്ടുകാർ വിജയമാണിത്. ആശീർവദിക്കണമെങ്കിൽ അവർ ഈ വാഹനത്തിന്റെ ചുറ്റുകൊണ്ടുകയായിക്കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ജനനായകന്മാരിൽ കടന്നു വരികയാണ്. ശരീരാരുടെയും നാടിന്റെമാരുടെയും ഐക്യജനാധിപത്യ മുന്നണിയിൽ വിശ്വാസമർപ്പിച്ച ഐക്യജനാധിപത്യ മുന്നണിക്ക് കോട്ടക്കലിന്റെ ഭരണ ചെങ്കോൽ നൽകിയ നല്ലവരായ വോട്ടർമാരെ നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. നിങ്ങൾക്കാണ് അഭിവാദ്യങ്ങൾ. നിങ്ങൾക്കൊരായിരം അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ നാടിന്റെ ജനപ്രതിനിധികളുടെ ഈ മണ്ണിനെയും ഈ മനസ്സിനെയും കുളിർമ കൊള്ളിച്ചുകൊണ്ട് ഈ വൈത്താരികൾ അന്ത്യമാക്കി
ചെയർമാൻ കെ നാസർ സാഹിബിന്, മുനിസിപ്പൽ മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി സി ഷംസുദ്ദീൻ സാഹിബ്, വൈസ് ചെയർപേഴ്സൺ പാറോടി റംലി ടീച്ചർക്ക്, മുനിസിപ്പൽ മുസ്ലിം ലീഗിന്റെ വൈസ് പ്രസിഡന്റ് എം അബ്ദുറഹ്മാൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാജിദ് മങ്ങാട്ടിലെ, മുനിസിപ്പൽ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് കല്ലിക്കൽ മുഹമ്മദ്, വാർഡ് 17 ഇന്ത്യനൂർ AP ഫിറോസ് ഖാന് വേണ്ടി മുനിസിപ്പൽ, വാർഡ് 19 കോട്ടൂർ CK ഷബിന റസാഖിന്, മുനിസിപ്പൽ ദളിത് ലീഗിന് വേണ്ടി CP ചന്ദ്രൻ. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഒരുപാടേറെ സമയം നമുക്ക് സംസാരിക്കാനുമില്ല. വലിയൊരാഘോഷം കഴിഞ്ഞാണ് നമ്മളിവിടെ എത്തി നിൽക്കുന്നത്. പാരമ്പര്യമായും പൈതൃകമായും പൗരാണിക കാലഘട്ടത്തിൽ തന്നെ സഹോദര്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും പരസ്പരം മനുഷ്യർക്കിടയിലുള്ള വിശ്വാസത്തിൻ്റെയും ഒക്കെ മഹനീയമായ ഒരു മാതൃക കേരളീയ സമൂഹത്തിന് മുഴുവൻ കാണിച്ചു കൊടുത്ത ഒരു വലിയ പ്രശസ്തമായ പ്രദേശമാണ് കോട്ടക്കൽ എന്ന് പറയുന്ന ഈ പ്രദേശം. മലബാർ കാലഘട്ടങ്ങളിൽ തന്നെ പരസ്പരം മതവിഭാഗങ്ങൾക്കിടയിൽ വലിയൊരു സാഹോദര്യം ഉണ്ടാക്കുകയും ഐക്യവും സാഹോദര്യവുമാണ് ഈ നാടിൻ്റെ വികസനവും ഈ നാടിൻ്റെ ഉന്നമനവും എന്ന് മനസ്സിലാക്കി മനുഷ്യർക്കിടയിൽ മനുഷ്യത്വത്തിൻ്റെ മഹനീയമായ ഒരു മാതൃക കാണിച്ചു കൊടുത്തുകൊണ്ടാണ് കോട്ടക്കൽ എന്ന പ്രദേശം മുന്നോട്ട് കടന്നുവിട്ടുള്ളത്. കോട്ടക്കലിൻ്റെ ഭരണസാരഥ്യം ആര് വഹിക്കണമെന്നതിന് വ്യക്തമായ ഉത്തരം നൽകിക്കൊണ്ട് ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട KK നാസർ ഉൾപ്പെടെയുള്ള ഈ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ, കോട്ടക്കലിലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെയും UDFൻ്റെയും നേതാക്കന്മാരെ,
ഇവിടെ തടിച്ചുകൂടിയിട്ടുള്ള ആയിരക്കണക്കിന് സഹപ്രവർത്തകരെ ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഈ വേദിയെ കാണുന്നത്. ഇതെന്താണിത്, ഒരു സമ്മേളനമാണോ അതൊരു പൂരപ്പറമ്പാണോ എന്ന് സംശയിക്കുന്ന വിധത്തിൽ മറ്റൊരു കോട്ടക്കൽ പൂരമാണ് ഇവിടെ അരങ്ങേറിയിട്ടുള്ളത്. ഇന്ന് കോട്ടക്കൽ പൂരത്തിന് പോലും ഇത്രയും ആളുകൾ വരുന്നില്ല. അത്രമാത്രമുണ്ട് നമ്മുടെ ഇടതുപക്ഷത്തിൻ്റെ ഭരണം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തൊക്കെയായിരുന്നു ബഡായി പറഞ്ഞൊരു സഖാക്കള്. കോട്ടക്കൽ മുനിസിപ്പാലിറ്റി ഇത്തവണ ഞങ്ങൾ പിടിക്കും, തകർക്കും എല്ലാം പറഞ്ഞ് ഒരു കോപ്പുമില്ല എന്ന് ഇവിടെ ജനങ്ങൾ തെളിയിച്ചിരിക്കുകയാണ്. പാൽപ്പൊടിയുടെ പരസ്യം പോലെ തരി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞതുപോലെ സഖാക്കളെ ഇവിടെ ഒന്നും കാണാൻ പോലും ഇല്ലാത്ത അവസ്ഥയിലേക്കാണ് പോകുന്നത്. എങ്ങനെയാണ് ഇവർക്കൊക്കെ വോട്ട് ചെയ്യുക? നേരത്തെ തങ്ങൾ ഇവിടെ ചുരുങ്ങിയ സമയത്ത് ദീർഘമായി സംസാരിച്ചു. ഇവിടെ കേരളത്തിലെ വിശ്വാസികൾ കണ്ടമിടറിക്കൊണ്ട് കൺകണ്ട ദൈവമേ എന്ന് കണ്ണുനീർ തൂക്കിക്കൊണ്ട് വിളിക്കുന്ന ശരണം വിളിക്കുന്ന സ്വാമി അയ്യപ്പന്റെ സ്വർണ്ണപ്പാളികൾ പോലും കട്ടുകൊണ്ടുപോയാൽ ഈ സഖാക്കൾക്ക് ബുദ്ധിയുള്ള ആരെങ്കിലും വോട്ട് ചെയ്യുമോ? ഏതെങ്കിലും വിശ്വാസിക്ക് വോട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾ ആലോചിക്കണം. ഇവിടെ കൗൺസിലർമാരായ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, കോട്ടക്കലിലെ ഈ വിജയത്തിൽ പങ്ക് പറ്റി അതിനുവേണ്ടി അത്യധ്വാനം ചെയ്തതിൻ്റെ സൽഫലം കൺകുളിർക്കെ കാണുന്നതിന് വേണ്ടി ഇവിടെ എത്തിയ പരന്നു കിടക്കുന്ന ഈ മഹാസദസ്സിലെ എൻ്റെ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട സഹോദരന്മാരെ, വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു സന്ദർഭമാണിത്. UDFിൻ്റെ വിജയം കോട്ടക്കൽ മാത്രമല്ല ഉണ്ടായത്, അത്ഭുതകരമായ രാഷ്ട്രീയ വിജയമാണ് കേരളം അങ്ങോളം ഇങ്ങോളം നേടിയത്. നമ്മുടെ ജില്ലയായ മലപ്പുറത്ത് രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവരെ സംബന്ധിച്ചുള്ള വലിയ പാഠങ്ങളാണ് കേരളത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് വിജയം പ്രദാനം ചെയ്തിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അത് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രതിപക്ഷമില്ലാത്ത ഒരു ജില്ലാ പഞ്ചായത്ത് കേരളക്കരയിൽ ആദ്യമായി മലപ്പുറത്ത് അധികാരമേറ്റെടുത്തിരിക്കുകയാണ്. എന്താണത് നൽകുന്ന പാഠം? എല്ലാ സ്ഥലത്തും LDF തോറ്റു. ഓരോ പഞ്ചായത്തിലും പ്രാദേശികമായ പ്രശ്നങ്ങൾ വരും. ജില്ലാ പഞ്ചായത്തിൽ പ്രാദേശികമായ പ്രശ്നം ഒട്ടും വരില്ല, അത് തീർത്തും പൊളിറ്റിക്കലാണ്, അത് രാഷ്ട്രീയമായ മത്സരമാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള മുന്നേറ്റമാണ്. ഇതിൽ നിന്നെല്ലാം പാഠം പഠിക്കാൻ UDFിൻ്റെ വിരോധികളായിട്ടുള്ള സുഹൃത്തുക്കൾക്ക് രാഷ്ട്രീയത്തിൻ്റെ പാഠങ്ങൾ പഠിക്കാൻ സാധിക്കണം. ഇത്ര വലിയ വിജയം UDFിന് നേടിക്കൊടുത്ത ആ ഘടകം എന്താണ് എന്നുള്ളത് അതീവ ഗൗരവത്തോടുകൂടി വിലയിരുത്തണമെന്നാണ് എനിക്കെല്ലാവരോടും പറയുവാനുള്ളത്. കോട്ടക്കൽ നഗരസഭയിൽ UDF അധികാരമേറ്റതിൻ്റെ ആഘോഷം അതിന്ന് വളരെ സന്തോഷപൂർവ്വം ഞങ്ങളെല്ലാവരും ഏറ്റെടുത്ത് ഇവിടെ നടത്തുകയാണ്. സന്തോഷമുണ്ട്. ഞാനൊരു 3/4 മണിക്കൂർ എൻ്റെ ബ്ലോക്കിൽ കാത്തിരുന്നിട്ടുണ്ട്. നിങ്ങൾ അതെല്ലാം സൂചിപ്പിക്കുന്നത് കോട്ടക്കൽ ദേശം ഒന്നടക്കം ഈ സന്തോഷത്തിൽ ഭാഗവാക്കാകുന്നു എന്നുള്ളത് തന്നെ. ആയിരക്കണക്കായ ആളുകളാണ് ഈ ആഘോഷത്തിൽ സന്തോഷത്തിൽ പങ്കുചേരുന്നതിന് വേണ്ടി ഈ നഗര ഹൃദയത്തിലൂടെ വെടിവെച്ചത് വെച്ച് നീങ്ങി. സദാരി സാഹിബിയുടെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. കോട്ടക്കൽ എന്ന ആയുർവേദ നഗരി മുസ്ലിം ലീഗിൻ്റെയും UDFിൻ്റെയും എല്ലാം കഴിഞ്ഞ കാലങ്ങളിലുള്ള പ്രവർത്തനങ്ങളിലൂടെ അത് പ്രയാണം തുടർന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും നമുക്ക് നല്ല വിജയം നൽകുവാൻ കോട്ടക്കലെ ജനത തയ്യാറായി. സമുദായ സാഹിബോട് സൂചിച്ചതുപോലെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമുക്ക് കാണുവാൻ കഴിഞ്ഞ ആ മനസ്സ് തന്നെയാണ് കോട്ടക്കലിൽ നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. നിരാശയിൽ കഴിയുന്ന ഒരു സമൂഹമായി കേരള സമൂഹം മാറിക്കഴിഞ്ഞു. ആ നിരാശയിൽ നിന്ന് മുക്തി നേടുന്നതിന് വേണ്ടി, മോചനം നേടുന്നതിന് വേണ്ടിയുള്ള വഴികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേരള ജനതയ്ക്ക് മുമ്പിൽ
ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയാണ് തങ്ങളുടെ ഭാവിയിൽ താങ്കൾ രക്ഷിക്കുവാൻ എത്തുക എന്നുള്ള ഉറച്ച വിശ്വാസമാണ് ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടിപ്പിച്ചത്. ഇവിടെ ഭരണവിരുദ്ധ വികാരം കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിനെതിരെയുള്ള ശക്തമായ വികാരം അത് അണപൊട്ടി ഒഴുകി എന്നുള്ളത് തന്നെയാണ്. അത് പ്രകടിപ്പിക്കുവാനുള്ള അവസരം അവർ കാത്തിരിക്കുകയായിരുന്നു. അത് പ്രകടിപ്പിച്ചു. കേരളത്തിൽ നല്ല രാഷ്ട്രീയ ഭാവി ഉണ്ടാക്കണം, കേരളത്തിൽ ഒരു നല്ല പുരോഗതി മാറ്റങ്ങൾ ഇവിടെ കൊണ്ടുവരണം എന്നൊക്കെ എല്ലാവരും ചിന്തിക്കുന്നു. അതിന് അനുസൃതമായി അവിടെ വോട്ട് നൽകുകയും പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ പലപ്പോഴും പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങളായിരിക്കും അവിടെ കൂടുതലുണ്ടാവുക. എന്നാൽ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേവലം പ്രാദേശിക വിഷയങ്ങൾ മാത്രമല്ല, സംസ്ഥാനത്തിലെ വിഷയങ്ങളും ദേശീയ വിഷയങ്ങളും എല്ലാം ഇതിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്തിൽ കേരളം പോലെയുള്ള സംസ്ഥാനം പ്രബുദ്ധമായ സംസ്ഥാനമാണ്. വിദ്യാഭ്യാസവും സാക്ഷരതയും ഒക്കെ ഉള്ള ഒരു ഡിജിറ്റൽ കേരളം കണ്ട ഏറ്റവും പ്രേഖ്യനായ നേതാവ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവരുകളെ, MLA അബിൽ ഹുസൈൻ തങ്ങൾ അവരുകളെ, സ്റ്റേജിലുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, എൻ്റെ പ്രിയം നിറഞ്ഞ UDFൻ്റെ മധുസൂദേട്ടൻ അടക്കമുള്ള എൻ്റെ പ്രിയം നിറഞ്ഞ നാട്ടുകാർ, കൂടുതലായി ഒന്നും പ്രസംഗിക്കുന്നില്ല. കോട്ടക്കലിൽ ഒരു സ്ഥലം ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ പുത്തൂർ പാടത്തേക്ക് പോകുന്നത്. പുത്തൂർ പാടവും കോട്ടക്കൽക്കാർക്ക് സമ്മേളനം നടത്താൻ പറ്റിയ സ്ഥലമില്ലാത്ത രീതിയിൽ ജനങ്ങൾ ഒഴുകിയെത്തി എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. ഞങ്ങളിവിടെ വലിയ ആഘോഷ പരിപാടിയൊക്കെ നമ്മൾ ആലോചിച്ചു. നമ്മൾ തങ്ങളൊക്കെ പോയതിന് ശേഷം വലിയൊരു പടക്കത്തിനൊക്കെ അതിൻ്റെ പ്രൊഫഷണൽ ടീമിനൊക്കെ കൊടുന്ന് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചാണ്. അതിന് ചെറിയ ഒരു മങ്ങലേൽപ്പിക്കാൻ പോലീസും CPM എല്ലാം സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും ഞങ്ങളെക്കൊണ്ട് അതിൻ്റെ പടക്കങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരു പടക്കത്തിലൊന്നുമല്ല ഞങ്ങൾ കാര്യം എന്നുള്ളത് തങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഇനിയും പടക്കം പൊട്ടിക്കാനുള്ള അവസരങ്ങൾ നമുക്കുണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത് വികസന പ്രവർത്തനത്തിലൂടെ തിരിച്ച് നമുക്ക് നൽകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ ഈ നസീർ സാഹിബ് അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. കോട്ടയ്ക്കലിലെ ഏറ്റവും നല്ല വലിയ ഒരു സമ്മേളനമാണ് ഇപ്പോൾ ഇവിടെ സംഘടിപ്പിച്ചത്. പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. നിങ്ങൾ നൽകിയ ഈ സ്നേഹത്തിന് വികസനത്തിലൂടെ മറുപടി നൽകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തങ്ങളുടെ വാക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തങ്ങൾ പറഞ്ഞ പോലെ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വാക്കുകൾ അനുസരിച്ചുകൊണ്ട് കോട്ടയ്ക്കലിലെ നഗരസഭയെ കേരളത്തിലെ ഏറ്റവും വലിയ ഏറ്റവും നല്ല ജനകീയമായ ഒരു നഗരസഭ ആക്കുന്നതിന് വേണ്ടി ഞങ്ങൾ മുഴുവൻ UDFൻ്റെ പ്രവർത്തകർ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ നൽകിയ ഈ വളരെ വലിയ സ്വീകരണം ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. കോട്ടയ്ക്കലിലെ ഇത്തരത്തിലുള്ള ചെങ്കോട്ടിൽ നിന്നും നമ്മളിങ്ങോട്ട് എടുക്കാൻ 3 മണിക്കൂറിലധികം ജാഥയായിട്ട് വരാൻ സമയം പിടിച്ചു. ഇരു സൈഡിലും ജനകീയമായുള്ള പങ്കാളിത്തം കൊണ്ട് സ്നേഹം വിതമ്പി തന്ന എല്ലാവർക്കും ഒരിക്കലും